എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ മീശപ്പുലിമല എന്നൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്ന അപ്പോൾ ആദ്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫോറസ്റ്റ് ഓഫീസിലാണ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ. അപ്പോൾ കേരള KFTC ആ ഓഫീസിൻ്റെ പേര്. അപ്പോൾ KFT ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേവികുളം പോകുന്ന വഴിക്കാണുള്ളത്. മൂന്നാറ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ദേവികുളം ആ സൈഡിൽ ചോദിച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കേണ്ടത് റോസ് ഗാർഡനാണ്. അപ്പോൾ ഈ കാണുന്ന റോസ് ഗാർഡൻ മൂന്നാറിലെ റോസാ ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് റോസ് ഗാർഡൻ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസ് ഉള്ളത്. ഇതാണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസ്. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഓഫീസ് ഓഫ് വന ഉപഹാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 2 മണിക്ക് അവർ ജീപ്പ് ഹയർ ചെയ്യും. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് വന്നെങ്കിൽ, കുറേ പേരുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് പോവാം. ഇനി അഥവാ സിംഗിളാണ് വന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഫുൾ കാശ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഭൂരിഭാഗം നമ്മൾ എന്താ പറയുക, ഫെസ്റ്റിവ് സീസൺ ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതാണ് കാര്യം. മീശപ്പുലിമല കാണണമെങ്കിൽ നമ്മൾ ആദ്യം KFTC ഓഫീസിലെത്തണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട്. ഓൺലൈൻ ബുക്കിംഗ് ആയിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലല്ലോ ഫുള്ളാണോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് KFTCൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അവിടുന്ന് മൂന്നാർ അടിച്ചു കഴിഞ്ഞാൽ മീശപ്പുലിമല അങ്ങനത്തെ കാണും. അപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്യാം. പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ എന്താ പറയുക, ബേസ് ക്യാമ്പ്, അതായത് ടെൻറ്റ് സ്റ്റേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതല്ലാതെ റോഡോ മാൻഷൻ ഉണ്ട്. പിന്നെ ഒരു ഹിൽ ടോപ്പില്ല ഒരു സ്കൈ ആൻഡ് സംതിങ്, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 3 തരം പാക്കേജസാണ് ഉള്ളത്. അപ്പോൾ ബേസ് ക്യാമ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ടെൻറ്റ് സ്റ്റേ ആണ്, ഒത്തിരി പേരൊക്കെ ഉണ്ടാവും. റോഡോ മാൻഷനും മറ്റൊക്കെ പേഴ്സണലാണ്. നമുക്കത് ഫാമിലിയും അങ്ങനെ ഗ്യാങ്ങൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട്, ഫാമിലിയാണ് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ബേസ് ക്യാമ്പിനാണ് ഏറ്റവും ചീപ്പ്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ 4000 സംതിങ് ഉള്ളത്, 4000 5000 ഇടയിലുള്ളത്. പിന്നെ അതിന് 6000 ആവും റോഡോ മാൻഷനും പിന്നെ അങ്ങനത്തെ. പക്ഷേ സംഭവം കിടിലാണെന്ന് തോന്നുന്നു. മീശപ്പുലിമല ശരിക്കും ഫേമസ് ആയത് ചാർലി സിനിമയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഡയലോഗ്, മീശപ്പുലിമല കാണാതെ പോകാൻ പറ്റുമോ. അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ. അതിന് മുമ്പും ഉണ്ട്. അപ്പം ഇവിടെ ഏറ്റവും വലിയ ഫേമസ് ഉള്ളത് മീശപ്പുലിമലയും പിന്നെയുള്ളത് കുളുക്കുമലയാണ്. ഈ 2 ആണ് ഏറ്റവും ഇതുള്ളത്. കുളുക്കുമലേൻ്റെ അത്ര എത്തുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ എത്തി 2 മണി വരെ എന്നെ ചുറ്റിക്കുകയാണ്. இந்த ஜீப்பு அந்த வழி சுற்றினா கூட இனியும் பார்க்க முடியும்ல. இனி அது திரும்பி வரும்ல.
ഇതാണ് നമ്മൾ മീശപ്പുലിമല പോകുന്ന വഴിക്കാണ് കാഴ്ചയാണ്. ടീ എസ്റ്റേറ്റ് വഴിയാണ് ഇത് പോകേണ്ടത്. വട്ടവട പോകുന്ന വഴിക്ക് ഇവരുടെ റോസ് ഗാർഡൻ ഉണ്ട്, അതിനുള്ളിലൂടെ ടീ എസ്റ്റേറ്റ് ഉണ്ട്. ഗുണ്ടരലി ടീ എസ്റ്റേറ്റാണ് തോന്നുന്നത്. ഞാൻ പ്രൊണൗൺസ് ചെയ്ത് ശരിയാണെന്നറിയില്ല. ഒരു ടീ എസ്റ്റേറ്റിനുള്ളിലൂടെയാണ്. 1.5 hours ജേർണി ഉണ്ട്. ജീപ്പിലേ പോകാൻ പറ്റും. അടിപൊളിയല്ല? എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനുള്ളത് മീശപ്പുലിമലയിലേക്ക് ഉള്ള ട്രക്കിങ്ങിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ബേസ് ക്യാമ്പാണ്. ബേസ് ക്യാമ്പ് മീശപ്പുലിമല ബേസ് ക്യാമ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മീശപ്പുലിമലയിലേക്ക് ട്രക്ക് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബേസ് ക്യാമ്പിൻ്റെ കാഴ്ചകളാണ്. അതുകൊണ്ടോ ഇതിൻ്റെ ഇതാണ് ഇപ്പം ബേസ് ക്യാമ്പിലെ ടെൻറ്റ് സെറ്റപ്പാണുള്ളത്. ഇത് കൂടാതെ റോഡോ മാൻഷനും പിന്നെ സ്കൈ സെറ്റപ്പുണ്ട്. സ്കൈ നമുക്ക് അതിൻ്റെ ഈ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് ക്യാമ്പിലോട്ട് പോകാം. ടെൻറ്റിൻ്റെ കാഴ്ചകളും മറ്റേതും കാണാം. അപ്പോൾ ഈ ജീപ്പിലാണ് നമ്മൾ വന്നത്. ഇതാണ് ബേസ് ക്യാമ്പ്. ടെൻറ്റ് സെറ്റപ്പാണ്. നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇതെന്നിങ്ങനെ അപ്പോൾ ഇതാണ് മനോഹരമായ കാഴ്ചകൾ. സൂം ചെയ്ത് പോകുന്നു. ഇപ്പോൾ ടെൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്ന ഉടനെ നമുക്കൊരു കട്ടൻ ചായ ബിസ്ക്കറ്റ് 2 മണിക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റും നടക്കാൻ പോകാം. ട്രക്കിങ് രാവിലെയാണ് തുടങ്ങുക. ചായ നമുക്ക് കിട്ടും. ഇവിടെയാണ് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. വൈഫൈൻ്റെ പാസ്വേഡ് എല്ലാം ഇവിടുന്ന് കിട്ടും. ഫുഡ് കഴിക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ടെൻറ്റ്. ഇഷ്ടം പോലെയുണ്ട്. വേലി കെട്ടിയിട്ടുണ്ട്. മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേലി കെട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. ടെൻറ്റിൽ അതായത് കണ്ടോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ കാര്യം ഇതാണ്. ഞാൻ താമസിക്കുന്ന ടെൻറ്റ് ഇതാണ്.